മോഹൻലാൽ മലയാളികളെ സുന്ദരമായി മൊണ്ണകളാക്കി. നമസ്കാരം, വണക്കം. ജനപ്രിയ നടനായ മോഹൻലാൽ അടുത്ത കാലം വരെ അമ്മയുടെ പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച മോഹൻലാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ജീവാത്മാവും പരമാത്മാവുമായ മോഹൻലാൽ പലപ്പോഴും കേരളത്തിലെ ജനതയ്ക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനായി ദൃശ്യമാധ്യമത്തിൽ വളരെ തന്മയത്തോടെ പ്രത്യക്ഷപ്പെടുന്ന മോഹൻലാൽ തിരുവനന്തപുരത്ത് വരികയും ഒരു മാധ്യമ സംവാദത്തിൽ കൂടെ എന്തുകൊണ്ടാണ് അമ്മയുടെ കാര്യക്കാരുടെ സമിതി വർക്കിംഗ് കമ്മിറ്റി 17 പേരും ഒരുമിച്ച് രാജിവെച്ചത്, അത് ഏത് സതുദ്ദേശത്തോടു കൂടെ ആയിരുന്നു, അതിനെപ്പറ്റി ആരും തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഒന്നാം തരം ഒരു നാടകം, ഒരു സിനിമ അഭിനയിച്ചത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. ഞാൻ അതിനോട് ഉടനെ പ്രതികരിക്കാതിരുന്നത്, അതിനെപ്പറ്റി മറ്റാരെങ്കിലും പ്രതികരിക്കുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമൊന്നുമില്ല. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടുമ്പോൾ, പൂഴി വാരിയിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു പൊതുവായ ബോധവൽക്കരണം അല്ലെങ്കിൽ നടത്തേണ്ട കടമയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വിഷയം വീണ്ടും കൈകാര്യം ചെയ്യുന്നത്. മോഹൻലാൽ പറഞ്ഞ ചില ആശയങ്ങൾ അത്ര ധൈര്യത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് അദ്ദേഹത്തോട് സമ്പാദിക്കാൻ വന്ന മാധ്യമ സുഹൃത്തുക്കളും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടില്ല, വായിക്കാൻ സാധ്യതയുമില്ല എന്ന ഉത്തമ വിശ്വാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം 100% ശരിയായിരുന്നു താനും. കാരണം ശുദ്ധ അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും ഹേമ കമ്മിറ്റിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനോട് അല്പം പോലും നീതി പാലിക്കാതെ അതിൻ്റെ ഉള്ളടക്കത്തെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരമുള്ള കാര്യങ്ങൾ തള്ളിമറിച്ചപ്പോൾ അതിനോട് വസ്തുനിഷ്ഠമായി പ്രതികരിക്കുവാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ പ്രാഗൽഭ്യം കാണിച്ച ഒരൊറ്റ മാധ്യമ പ്രവർത്തകനും ആ സ്ഥാനത്ത്, ആ സാഹചര്യത്തിൽ ഇല്ലായിരുന്നു എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് തുറക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് സിനിമാ ലോകത്തോട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ മോഹൻലാൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സിനിമ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന, അവരുടെ ആദായ വരുമാന മാർഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇതിനെ നിങ്ങൾ നശിപ്പിക്കരുത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല്ലവി. ഇത് പലതവണ അദ്ദേഹം ആവർത്തിച്ചു. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല, സിനിമാ ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരുന്നത് എന്നതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയൊന്നുമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നവരാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പിന്നെ എന്തിനാ സാറേ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ചുമതല ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടെയാണ്, അതായത് മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റെല്ലാവർക്കും കൂടെയാണ്. അമ്മ എന്ന സംഘടനയുടെ അധികാരം കൈയാളിയത് ഇവരെല്ലാം കൂടെയാണ്. ഹേമ കമ്മിറ്റി വളരെ ആവർത്തിച്ച് ശക്തമായ ഭാഷയിൽ പറയുന്നത്, അമ്മ എന്ന സംഘടന പ്രവർത്തിച്ചത് അതിനകത്ത് ഒരു ഒന്നാം തരം മറ്റുള്ളവരെയെല്ലാം വിറപ്പിച്ച്
അധികാരത്തിൻ്റെ നുകം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘം. പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട്, ഫിലിം പ്രൊഡ്യൂസേഴ്സ്, ഫിലിം ഡയറക്ടേഴ്സ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് ആർട്ടിസ്റ്റ്. അതായത് മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ, മോഹൻലാൽ, ദിലീപ്, മമ്മൂട്ടി, ഇങ്ങനെയുള്ള ആളുകൾ, തലയെടുപ്പുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു മാഫിയ. അവിടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ തലയെടുപ്പുള്ള സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ നടന്മാർ എന്ന് പറയുമ്പോൾ, സിനിമാ കലാകാരന്മാരിലും കലാകാരികളെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പേരുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് ഞാൻ പറയുകയാണ്. ഹേമ കമ്മിറ്റി ഇവരത് ചെയ്തു, ഇവരാണ് അതിനകത്തെ മാഫിയ അംഗങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണെങ്കിൽ അതിനകത്ത് എപ്രകാരമുള്ള ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു, എനിക്കറിയേണ്ട ആവശ്യവുമില്ല എന്ന് മോഹൻലാലിനല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു നിലപാടെടുക്കാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് കേട്ടിട്ട് ഒരു ചെറിയ ചോദ്യം പോലും ചോദിക്കുവാൻ ആ ഒരു സാഹചര്യത്തിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ നിലവാരം എന്താണ് എന്ന് വളരെ വളരെ കൃത്യമാണ്. ഇവരാരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചവരല്ല. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശവത്തെ കൊത്തിപ്പറിക്കാനായിട്ട് വരുന്ന കഴുകന്മാരെ പോലെ എന്ത് സംഭവിച്ചാലും അത് മാധ്യമ ലാഭമാക്കി മാറ്റുവാൻ മാത്രം പരിശീലനം പ്രാപിച്ചിട്ടുള്ള അതേ ലക്ഷ്യത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമ കഴുകന്മാരാണിവർ. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ സിനിമാ രംഗത്തെ അക്രമികളെക്കാൾ മോശമാണ് എന്നൊരു ധാരണയാണ് എനിക്കുള്ളത്. പോട്ടെ, അതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി വിശദമായ ഒരവലോകനം നിങ്ങളോട് ഏവരോടും സഹകരിച്ച് നിർവഹിക്കണമെന്ന് താല്പര്യമുണ്ട്. ഞാനങ്ങനെ ചെയ്യണമോ വേണ്ടായോ എന്നതിനെപ്പറ്റി നിങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് കേരളത്തിൻ്റെ സിനിമ ലോകത്തെയും സാംസ്കാരിക ലോകത്തെയും എപ്രകാരം വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഒന്ന് പരിഗണിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 10 പേരെങ്കിലും താല്പര്യം കാണിച്ചാൽ ഞാൻ ഈ ചുമതല നിർവഹിക്കാൻ തയ്യാറാണ്. ആർക്കും താല്പര്യമില്ലെങ്കിൽ ന്യായമായും അതിനുവേണ്ടി സമയം മാറ്റി വെക്കുന്നത് അർത്ഥശൂന്യമാണ് എന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയില്ല. അപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിൽ പറയുന്ന ഒരു കാര്യം, അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകളെ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെതിരെ ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മിച്ചൊരു നിയമമുണ്ട്. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ വർക്ക് പ്ലേസ്. 2013 ആ നിയമം വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആ നിയമം നന്നേ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും എനിക്കറിയാം. അപ്പോൾ ഔദ്യോഗിക സ്ഥലത്ത് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാകണമെന്നത് ഈ രാജ്യത്തിൻ്റെ നിയമമാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് മോഹൻലാലിന് പറയാൻ സാധ്യമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് നാളിതുവരെയായി, ഇപ്പോൾ 11 വർഷമായിട്ട് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി അമ്മയിലോ അമ്മയുടെ പൊതുവായ മേൽനോട്ടത്തിൽ സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിവിധ സിനിമാ നിർമ്മാണ പ്രവർത്തന സംരംഭങ്ങളിലോ സ്ഥാപിക്കുവാൻ കൂട്ടാക്കാഞ്ഞത്? സിനിമാ ലോകത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നറിയാൻ വയ്യാത്ത ആരും കേരളത്തിലില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്.
വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യം ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കേണ്ടത് സിനിമാ ലോകത്തായിരുന്നു. എന്നാൽ അത് നടന്നില്ല. അതിനെപ്പറ്റി 2018 WCC ഹൈക്കോർട്ടിൽ ഒരു റിറ്റ് ഫയൽ ചെയ്തതാണ്. ആ റിറ്റ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലാക്കണം. അപ്പോൾ കോടതിയുടെയും താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്രകാരമാണ് നീതിന്യായ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അമ്മ എടുത്ത നിലപാടെന്താണ്? അമ്മ പറയുന്നത്, ഞങ്ങൾ ഒരു വ്യവസായമല്ല, അമ്മ ഒരു വ്യവസായമല്ല, ഞങ്ങൾക്ക് ആരുമായി എംപ്ലോയർ റിലേഷൻഷിപ്പില്ല, അതുകൊണ്ട് ഞങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രശ്നമില്ല എന്നമ്മ പറയുന്നില്ല, പക്ഷേ ഞങ്ങളെ ബാധിക്കുന്നില്ല. ഇതൊരു വലിയ, അതേസമയം സിനിമ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, മനസ്സിലാക്കണം, ഒരു ഇൻഡസ്ട്രിയാണ്. എന്നാൽ നിയമം ഞങ്ങളെ ബാധിക്കുന്നില്ല. ഞങ്ങൾ എംപ്ലോയീസുമല്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഈ 10,000-കണക്കിന് ആളുകൾ സിനിമ എന്ന് പറയുന്ന വ്യവസായം കൊണ്ട് ഉപജീവനം നയിക്കുന്നുവെന്ന് തിരുവനന്തപുരത്ത് വന്ന് തള്ളിമറിച്ചത്? ഇതെവിടെയെങ്കിലും ഇതിൻ്റെ ഒരു ചുമതല ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? എന്തിനാണ് ഈ സംഘടന? ഈ സംഘടനയുടെ ഏക ലക്ഷ്യം സിനിമാ ലോകത്തൊരു മാഫിയ സംഘത്തെ സൃഷ്ടിക്കുകയും അവരുടെ അധികാരം എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കുകയും ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് വിറപ്പിച്ച് അടിമകളാക്കുകയും ചെയ്യാൻ വേണ്ടിയാണോ ഇതുണ്ടാക്കിയത്? അതിൻ്റെ തലപ്പത്തിരിക്കാനാണോ താങ്കൾ ഈ വലിയ മാന്യത നടിച്ച് പൊതുരംഗത്ത് വരുന്നത്? ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതിന് ഞാൻ നിങ്ങളെ അല്പസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് നയിക്കാൻ പോവുകയാണ്. അത് ഈ WCC 2018 ഫയൽ ചെയ്ത ഹൈക്കോടതിയിൽ ഇപ്പോഴും പെൻഡിങ് ആയിട്ടുള്ള സെക്ഷൽ കേസ്. അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ഓഫ് വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്, ആ നിയമം നടപ്പാക്കണം, സിനിമാ ലോകത്ത് നടപ്പാക്കണം എന്ന ഉദ്ദേശത്തിൽ ഫയൽ ചെയ്ത റിറ്റ് ഓഫ് മാൻഡമസ്. അത് സ്റ്റേറ്റിന് നൽകേണ്ട നിർദ്ദേശമാണ്. അപ്പോൾ അത് സംബന്ധമായി ഹേമ കമ്മിറ്റിയിൽ പറയുന്നത് മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഞാൻ ഇത് ഉപസംഹരിക്കാം. ഞാനത് വായിച്ചിട്ട് അത് സംബന്ധമായ കാര്യങ്ങൾ പറയാം. പാരഗ്രാഫ് 198 ഇത് ആരംഭിക്കുന്നത്. It has come to the notice of the committee that a writ petition as WP means writ petition, civil number 33994/2018, 2018 ഈ കേസ് ഫയൽ ചെയ്തത്. Filed by WCC seeking directions from the Honorable High Court for constituting ICC. ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഈ സിനിമാ ലോകത്ത് സ്ഥാപിക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടണം എന്ന് പറഞ്ഞ് WCC കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് 6 വർഷമാകുന്നു എന്ന് മനസ്സിലാക്കണം. The relief sought for in the petition is to declare Amma as legally obliged to constitute a complaints committee. അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അപ്രകാരം ഒരു കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കുവാൻ ഉള്ള കടമയുണ്ടെന്നും ഒരപ്രകാരം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിക്കണമെന്നതാണ് WCCയുടെ ആവശ്യം. അപ്പോൾ അതിന് എതിരെ അമ്മ എടുത്ത നിലപാടെന്താണ്? ഈ മോഹൻലാൽ പ്രതിനിധാനം ചെയ്യുന്ന അമ്മ, അന്ന് അദ്ദേഹം ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നില്ല, എന്നാലും അദ്ദേഹം ഇതിൽ സക്രിയമായി പ്രവർത്തിച്ചിരുന്നു. പാരഗ്രാഫ് 199. It was stated by Amma in their counter statement that the association has already formed a women's grievance forum and it is functional. അത് എവിടെയാണ് എന്നാർക്കും ഇന്നുവരെ അറിഞ്ഞുകൂടാ. അതിനകത്ത് എത്ര കംപ്ലയിൻറ്റ് കിട്ടി, ഏതെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടിയാൽ അത് എങ്ങനെ പരിഗണിച്ചു, അതിൻ്റെ പരിണിത ഫലം എന്തായി ആർക്കും ഇന്നുവരെ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു ദം ദാറ്റ് വിൽ സെർവ് ദ പേർപ്പസ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഗ്രീവൻസ് കമ്മിറ്റി സോൾവ് ചെയ്തത് എന്നതിനെപ്പറ്റി ആരും അറിയാൻ നമുക്ക് അവകാശമില്ല, ആരും അത് പറയുന്നുമില്ല.
So, because various other people who are not members of the association are working in the cinema. ഇത് മനസ്സിലാക്കണം എത്രയോ ക്ലെവറായിട്ടാണെന്ന്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അമ്മയിലോ വളരെ കുറച്ച് പേരെ അംഗങ്ങൾ, 500 പേരെങ്ങാണ്ടേ അംഗങ്ങളുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള മേൽ ഞങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് ഒരു ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി വേണ്ട സാറേ. ഈ അമ്മയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരെ നിയന്ത്രിക്കത്തക്കോണം ഒരു ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് എന്താണ് പ്രശ്നം? മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല എന്ന് താൻ പറയുന്നതും തെറ്റാണ്, അമ്മ പറയുന്നതും തെറ്റാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, അത് ഞാൻ സമ്മതിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അമ്മയിൽ 500 അംഗങ്ങളുണ്ടല്ലോ, അവരെ നിയന്ത്രിക്കത്തക്കവണ്ണം, അവരെ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിൽ എന്താണ് പ്രയാസം? ആർക്കാണ് ഇതിനകത്ത് തലവേദന? ഇനിയും മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ അമ്മയിൽ പ്രൊഡ്യൂസേഴ്സുണ്ട്, ഡയറക്ടേഴ്സുണ്ട്, ആക്ടേഴ്സുണ്ട്, തീർച്ചയാണല്ലോ. ഓരോ പ്രൊഡ്യൂസറിനും ഈ ചുമതല ഏൽപ്പിക്കേണ്ടതാണ്. നീ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കാലത്തെ എല്ലാ കാര്യങ്ങളിൽ മേൽ അധികാരമുള്ള, അല്ലെങ്കിൽ അതിനകത്തെന്തെങ്കിലും അക്രമം നടന്നാൽ സ്ത്രീകൾക്കെതിരെ അത് കൈകാര്യം ചെയ്യുവാൻ പര്യാപ്തമായ ഒരു ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ഫിലിം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഒരു നിലപാടെടുക്കുവാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അപ്രകാരം ചെയ്താൽ യാതൊരു സൂചനയുമില്ല. അപ്പോൾ മലയാളിക്ക് മൂളയില്ല എന്നതുകൊണ്ട് ഇങ്ങനെ തള്ളിമറിക്കുകയാണ്. അപ്പോൾ പറയുന്നത്, നിയമം അനുസരിച്ച് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി എംപ്ലോയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ മെക്കാനിസം ഇൻ ദ വർക്ക് പ്ലേസ്, ബട്ട് വി ആർ നോട്ട് എംപ്ലോയേഴ്സ്. ജോലി കൊടുക്കുന്ന ആളിൻ്റെ മാത്രം കടമയാണ് ഇങ്ങനെയൊരു കമ്മിറ്റി ഉണ്ടാക്കുക. ഞങ്ങൾ ജോലി കൊടുക്കുന്നവരല്ല. അതുപോലെ തന്നെ എന്നാൽ ഗവൺമെൻറ് എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞത് എന്ന് 200-ാം പാരഗ്രാഫിലുണ്ട്. അക്കോർഡിംഗ് ടു ദ ഗവൺമെൻറ് ദർ ഹാസ് ടു ബി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഫോർ ഫോർമേഷൻ ഓഫ് ഇൻ്റേണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി. അതും അമ്മ പറയുന്നത് തന്നെ സർക്കാർ ഏറ്റുപാടുകയാണ്. It's also contended by the government that local complaints committee has been constituted in all 14 districts. സർക്കാരിൻ്റെ പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ, അമ്മ പറയുന്നത് ശരിയാണ്, അവർ എംപ്ലോയീസും ഒന്നുമല്ല. എന്നാൽ അതിൻ്റെ കുറവ് നികത്താനായിട്ട് ഞങ്ങൾ 14 ഡിസ്ട്രിക്റ്റിലും കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പോയി നടിമാർക്ക് പരാതിപ്പെടാമെന്നാണ് പറയുന്നത്. ഇതേതെങ്കിലും വിധത്തിൽ പ്രാവർത്തികമാകും, അതിൻ്റെ ചുമതല ഡിസ്ട്രിക്ട് കളക്ടർക്കാണെന്നാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും വിധത്തിൽ പ്രാവർത്തികമാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റ് അവിടെ ചെന്നായിട്ട് കാണിക്കാമോ? ഒരു കംപ്ലയിൻറ്റും ഇതുവരെ അവിടെ ലഭിച്ചില്ല. എന്നാൽ സിനിമാ ലോകത്ത് മുഴുവനും കംപ്ലയിൻറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ ഒരു സംവിധാനം തികച്ചും അർത്ഥശൂന്യമാണ്, ഫലശൂന്യമാണ്. ഇത് ആർക്കും ഗുണമുണ്ടാക്കാൻ വച്ചിരിക്കുന്ന പരിപാടിയല്ല എന്നത് തിരിച്ചറിയുവാൻ സർക്കാരിന് മൂളയില്ലാഞ്ഞിട്ടാണോ അതോ സ്ത്രീകളോടുള്ള പ്രത്യേക കരുതൽ കൊണ്ടാണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനിയും 201-ാമത്തെ പാരഗ്രാഫിൽ എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്? The government further stated in their counter statement filed before the High Court that a circular was issued by the government that every employer of a workplace in which more than 10 workers are employed shall constitute an internal complaints committee. അങ്ങനെ ഒരു സർക്കുലർ അയച്ചു. അങ്ങനെ സർക്കുലർ അയച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ആ സർക്കുലറിനെ അനുസരിക്കണമെന്നും ആ അനുസരണം ഉറപ്പ് വരുത്തണമെന്നും നിശ്ചയിക്കാൻ ഒരു ചുമതല സർക്കാരിനില്ലേ? ഒരു കടലാസ് പറത്തി വിട്ടു, അതുകൊണ്ട് എൻ്റെ കടമ തീർന്നു എന്നാണ് സർക്കാർ വിചാരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ 50,000 രൂപ വരെ പിഴ അടയ്ക്കുമെന്നാണ് പറയുന്നത്. എത്ര തവണ പിഴ ഈടാക്കി? അമ്മയിൽ നിന്നോ അതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന സിനിമാ സംരംഭങ്ങളിൽ എത്ര പേർക്ക് 50,000 രൂപ വെച്ച് ഫൈൻ കൊടുത്തു, അവരെത്ര പേര് ഫൈൻ അടച്ചു എന്നതിൻ്റെ കണക്ക് സർക്കാർ വെളിയിൽ വരട്ടെ.
ഇതൊക്കെ മനുഷ്യരെ കളിപ്പിക്കാനുള്ള പരിപാടികളാണ് എന്നതിന് സംശയം വല്ലതുണ്ട്. ഇനി പാരഗ്രാഫ് 202. എനിവേ ദ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് വെദർ ആൻ ICC, അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ICC ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കണമോ, അതിനകത്ത് എംപ്ലോയർ റിലേഷൻഷിപ്പാണോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇനി ഹൈക്കോടതി എത്ര നാളിത് എടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം ഇനിയും 203 പാരഗ്രാഫ് 203 ഇവിടെ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത്, സിനിമാ ലോകത്തിൽ അമ്മയുടെ ആഭിമുഖ്യത്തിലോ അല്ലാതെയോ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി സൃഷ്ടിക്കണമെന്ന് ഞങ്ങൾ പറയുകയില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷനാണിത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ചത്, ദുഃഖിപ്പിച്ചത്. ഹവർ ആഫ്റ്റർ ഹാവിങ്, ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം. ആഫ്റ്റർ ഹാവിങ് മെയ്ഡ് എൻ ഇൻഡെപ്ത് സ്റ്റഡി ഇൻ ടു ദ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ, even if the Honorable High Court finds ultimately that ICC can be formed in cinema as per the Prevention of Sexual Harassment Act, we are most hesitant to recommend for the constitution of an ICC in cinema. ഇങ്ങനെ സിനിമാ ലോകത്ത് ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ എതിരാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗമാണിത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അത് വായിച്ചാൽ വളരെ രസകരമാണ്. പാരഗ്രാഫ് 204. I have discussed about the situation in cinema, the powerful lobby, etc. under the head ban in cinema. This has to be read along with it to understand the present position in Malayalam film industry. In the course of the study, we understood that Malayalam film industry, we understood that Malayalam film industry is under the control clutches of certain producers, directors, actors, all male. They control the whole Malayalam film industry and they dominate other persons working in the cinema. They are working as a mafia. They can even coerce and threaten the persons who work in ICC to deal with the complaint. ഒരു ജഡ്ജ് പറയുകയാണ്, ജസ്റ്റിസ് ഹേമ വാസ് ദ ജഡ്ജ് ഓഫ് ദ കേരള ഹൈക്കോർട്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി വേണ്ടാന്ന് നിങ്ങൾ പറയുന്നത്? അങ്ങനെ ഒരു കമ്മിറ്റി നിയമിച്ചാൽ അവരെ പോലും വിറപ്പിച്ച് നിർവീര്യമാക്കാനുള്ള കഴിവ് ഈ ഫിലിം ഇൻഡസ്ട്രിയുടെ മാഫിയായിക്കൊണ്ട് ഒരു ജഡ്ജിന് പറയാവുന്ന കാര്യമാണോ ഇത്? ഒന്നാമതേ, ഈ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റിയുടെ ഒരംഗം ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ട് ആയിരിക്കണമെന്നുണ്ട്. 2, ഒരു നിയമവിദഗ്ധനും ഇതിനകത്ത് ആവശ്യമാണ്. ഇവരെ 2 പേരെയും സിനിമാ ലോകത്തെ ഈ വീരന്മാർക്ക് പേടിപ്പിച്ച് വിറപ്പിച്ച് അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുവാൻ സാധ്യമല്ല. സിനിമാക്കാരെ പേടിക്കാത്ത ഒരു വ്യക്തിയും കേരളത്തിലില്ല എന്നാണോ ജസ്റ്റിസ് ഹേമ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി രൂപീകരിച്ച വ്യക്തിയാണ്. അതിലെ ഒരു എക്സ്റ്റേണൽ എക്സ്പേർട്ടിനെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും ധൈര്യത്തോടുകൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലപാടെടുത്തിട്ടുള്ളത് ആരാണ്? നല്ല വിവരവും ലോകപരിചയവും ഇത് സംബന്ധമായ വസ്തുനിഷ്ഠമായ ബോധ്യവും നിയമപരമായ അറിവുള്ളവരെ മാത്രമേ അതിൽ അപ്പോയിൻ്റ് ചെയ്യാവൂ. സ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ. എന്നാൽ അതൊന്നും അങ്ങനെ ആരും കേരളത്തിലില്ലെന്നാണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ ഇതെല്ലാം ഒരേ അച്ചിൽ നിന്ന് വരുന്നതാണ്. ഇനി പാരഗ്രാഫ് 205 ശ്രദ്ധിക്കുക. It is brought to the notice of the committee that a prominent actor in Malayalam cinema referred to the powerful lobby which exists in the film industry as mafia in cinema. ഇത് ഞാൻ പറയുന്നതല്ല, റിപ്പോർട്ട് പറയുന്നതാണ്. ഈ സിനിമാ ലോകത്തിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന് ഇതിൽ തന്നെ പ്രവർത്തിക്കുന്ന തലയെടുപ്പുള്ളൊരു നടൻ പറഞ്ഞു. സിൻസ് ദേ കുഡ് ഡു എനിത്തിങ് ഇൻ സിനിമ, കൊല്ലാനും കൊല്ലിക്കാനും അധികാരമുള്ളവരാണിവർ. അക്കോർഡിംഗ് ടു ദ വിംസ് ആൻഡ് ഫാൻസീസ്, ഇഷ്ടം പോലെ തോന്നിയാൽ ആരെയും അടിക്കുക, ആരെയും അപമാനിക്കുക, ആരെയും കൊല്ലുക. ഒരു നടിക്ക് പറ്റിയ കഥ നമുക്കറിയാം. അതിപ്പോഴും ഒരു ബഹുമാനപ്പെട്ട ജഡ്ജി ഇങ്ങനെ അതിൻ്റെ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. So, and even ban very prominent directors, producers, actors or any other person, even though such ban is illegal and unauthorized. അവർ പറയുന്നത് സിനിമാ ലോകം ഈ നാട്ടിലെ
ഇന്ത്യ രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്കും അതീതമാണ്. അവരെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ പര്യാപ്തമായ ഒരു ശക്തിയും കേരളത്തിലില്ല. ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണ്ട എന്നും കൂടാണ് പറയുന്നത്. അവർക്ക് ഇത്രമാത്രം കൊല്ലാനും കൊല്ലിക്കാനും അധികാരമുള്ളത് കൊണ്ട്, അവരൊരു വലിയ മാഫിയ ആയതുകൊണ്ട് അതിനിടയിൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി സ്ഥാപിക്കരുതെന്നാണ് പറയുന്നത്. വസ്തുതയിൽ അതുകൊണ്ടാണ് സ്ഥാപിക്കേണ്ടത്. അവർ ഒന്നിന് പകരം 100 ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് കമ്മിറ്റി സ്ഥാപിക്കേണ്ട ആവശ്യം അതുകൊണ്ടാണ്. ഈ മാഫിയ ഉള്ളത് കൊണ്ടാണ്. അവർ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അവരെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ വീടിനടുത്തൊരു വനമുണ്ടെന്ന് വിചാരിക്കാം. അവിടെ വന്യമൃഗം. അപ്പോൾ നമുക്ക് സർക്കാരിന് പറയാം അവിടെ വന്യമൃഗവും. അപ്പോൾ ഞാനൊരു പരാതി കൊടുക്കുകയാണ്, ഇങ്ങനെ ഈ കടുവ ഇന്നലെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന് ഞാൻ കഷ്ടിച്ച് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സർക്കാരിന് പറയാം ഞാൻ അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസറെയും ഗാർഡ്സിനെയും വിഡ്രോ ചെയ്യാൻ പിൻവലിക്കുകയാണ്, കാരണം അവർക്കും അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ ഒരു മൂള മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുകയും അവരുടെ അഭിമാനം കാക്കുന്നതിന് വേണ്ടി സർക്കാരും ഇവിടുത്തെ മറ്റ് വ്യവസ്ഥിതികളും ST സേവാ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് പോലും അവർ ചിന്തിക്കുന്ന വിധം ഇപ്രകാരമാണല്ലോ എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഓട്ടെ, ഞാൻ ഇത് കൂടുതലായി ഒത്തിരി മുൻപോട്ട് പറയാനുണ്ടെങ്കിൽ സമയം അതിക്രമിച്ച് പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ മോഹൻലാൽ തിരുവനന്തപുരത്ത് വന്ന് നടത്തിയ ആ മാധ്യമ ഇൻറ്ററാക്ഷൻ നിങ്ങളൊന്ന് പരിഗണിച്ച് നോക്കൂ. ക്യാമറയുടെ മുമ്പിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. അല്പം മൂളയുള്ളവൻ, അല്പം പകുതിയുള്ളവൻ, അല്പം സാഹചര്യങ്ങളെ പരിചയമുള്ളവനെ പൊട്ടനാക്കുന്ന പരിപാടിയായിരുന്നത്. സിനിമാ ലോകത്തിൽ ഇതാണ് യാഥാർത്ഥ്യമെന്ന് മോഹൻലാലിന് അറിയാൻ വയ്യ എന്ന് കേരളത്തിലുള്ള മലയാളികൾ, അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന മലയാളികൾ വിശ്വസിക്കണമെന്നാണോ മോഹൻലാൽ പറയുന്നത്? ഇയാൾ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? അമ്മയ്ക്ക് ഇപ്രകാരമുള്ള അരാജകത്വം അതിൻ്റെ തന്നെ ആഭിമുഖ്യത്തിൽ മാത്രം നടക്കുന്ന സിനിമാ പ്രക്രിയകൾ, നിർമ്മാണ പ്രക്രിയയിൽ അതിൻ്റെ വിവിധ വശങ്ങളിൽ അതിനെപ്പറ്റി യാതൊരു ചുമതലയും ആവശ്യമില്ല. പിന്നെ ഈ സംഘടനയുടെ ആവശ്യം എന്താണ്? അപ്പോൾ പറയൂ ഞങ്ങൾ ചില ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു, അതിന് അമ്മയുടെ ഒന്നും ആവശ്യമില്ല. അതിന് മറ്റു വല്ല സംഘടന ഉണ്ടാക്കിയാൽ പോരായോ? ഞങ്ങൾ എല്ലാ മാസവും ആദ്യം കൈനീട്ടം കൊടുക്കുന്നു, അത് പിന്നെ ഭിക്ഷക്കാർക്ക് കൊണ്ട് കൊടുത്തുകൂടെ? അതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒരു സിനിമ ഇൻഡസ്ട്രി ആണെന്ന് താങ്കൾ പറയുന്നു, ആണോ അല്ലയോ? ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് 100% അവകാശമുണ്ട്. മോഹൻലാലിൻ്റെ കാഴ്ചപ്പാടിൽ സിനിമ ഇൻഡസ്ട്രിയിൽ ഗ്ലാമർ ഉള്ളതുകൊണ്ട്, അതിലൊരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതിൽ വളരെയധികം പണം കിടന്ന് നുരഞ്ഞ് പതയുന്നത് കൊണ്ട് ഭാരതത്തിലെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരേ ഒരു നിലപാടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നെടുത്തത്. മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അരങ്ങേറിയ ആ നിലപാടിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. ഞങ്ങളെപ്പറ്റി, അമ്മയെപ്പറ്റിയും സിനിമാ ലോകത്തെപ്പറ്റിയും നിങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടന, ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന നീതിബോധത്തെ മാനദണ്ഡമാക്കി നിങ്ങൾ ചിന്തിക്കരുത്, അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലുള്ളവരല്ല, ഞങ്ങൾ ഗ്ലാമറുള്ളവരാണ്, ഞങ്ങൾ 10,000-കണക്കിന് ആളുകൾക്ക് അരിയാഹാരം വെച്ച് കൊടുക്കുന്നവരാണ്. ഞങ്ങളെ നിങ്ങൾ ചോദ്യം ചോദിച്ച് വീർപ്പ് മുട്ടിക്കരുത്. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ട കാര്യമൊന്നും അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്, മാറടാ എൻ്റെ വഴിയെന്ന്. ഇതെൻ്റെ വഴിയാണ്. മാധ്യമങ്ങൾ ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ അവതരിപ്പിച്ച അതേ ആശയമാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ തിരുവനന്തപുരത്ത് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ അരങ്ങേറിയത് എന്നത് ജനം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? എനിക്ക് വാസ്തവത്തിൽ അതിശയമാണിത്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, നമ്മുടെ പൊതുജീവിതം എത്രമാത്രം അധപ്പതിച്ചുവെന്നും
ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ നാം എത്രമാത്രം വൈമുഖ്യം പാലിക്കുന്നുവെന്നും പൊതുവായ രംഗത്ത് വരുമ്പോൾ ഗ്ലാമറിൻ്റെ മധ്യത്തിൽ നമ്മുടെ തലച്ചോറ് എത്രമാത്രം മരവിച്ചു പോകുന്നുവെന്നും തിരിച്ചറിയുവാനുള്ള ഒരു നല്ല അവസരമാണിത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കൈകാര്യം ചെയ്യുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കുന്ന ചില സുഹൃത്തുക്കൾ ഞാനിങ്ങനെ സിനിമാ ലോകത്തെപ്പറ്റി പരാമർശിക്കുന്നത് എൻ്റെ ആത്മീയമായ നിലപാട് നിരക്കാത്തതാണെന്നും ദയവായി ഇതിനകത്ത് വീണ്ടും പരാമർശം നടത്തരുതെന്നും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നിരന്തരം എന്നെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരുടെയും അഭിപ്രായത്തെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എൻ്റേതായ ദൗത്യബോധമുണ്ട്. എൻ്റെ ദൗത്യം എന്താണ് എന്ന് ഞാൻ മറച്ചു വച്ചിട്ടില്ല, അത് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എൻ്റെ ദൗത്യത്തെ പിന്തുടരുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എപ്പോഴും ഉണ്ടാകണം, ഉണ്ടായിരിക്കണം. ഞാൻ ആ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല. ആ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തവർക്ക്, അത് അസഹനീയമാണ് എന്ന് കരുതുന്നവർക്ക് ഈ ഒരു അനുഭവത്തിൽ പങ്കുചേരണമെന്നില്ല. ഇത് സംഖ്യാബലം വർദ്ധിപ്പിക്കുവാനോ അതിൽ നിർവൃതി കണ്ടെത്തുവാനോ ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ല. ഇത് സത്യത്തെ അന്വേഷിക്കുവാനും ജനങ്ങളിൽ പൊതുവായ ഒരു യാഥാർത്ഥ്യ ബോധം വളർത്തിയെടുക്കുവാനും മനുഷ്യനെ അവൻ്റെ ആന്തരികമായ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് മനുഷ്യ അന്തസ്സിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്താനുമായി ഏതെങ്കിലും വിധത്തിൽ സാധ്യമാകുമോ എന്ന് അന്വേഷിക്കുവാൻ മാത്രം ആരംഭിച്ച, നാം എല്ലാവരും തുല്യ ചുമതലയോടെ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകമായ ധാർമ്മിക, ആധ്യാത്മിക, സാംസ്കാരിക സംരംഭമാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടാത്ത ഒരു വിഷയവും ഉണ്ടാകുകയില്ല. സെക്സ് ആണെങ്കിലും, സിനിമയാണെങ്കിലും, അക്രമമാണെങ്കിലും, വിപ്ലവമാണെങ്കിലും, അഴിമതിയാണെങ്കിലും, സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും, പുരോഹിതനാണെങ്കിലും അയ്മേനിയാണെങ്കിലും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഇത് വ്യക്തമായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദയവായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കണം. അത് കണ്ണു തുറന്ന് വായിക്കണം. അതിന് വിമർശനാത്മകമായി വായിക്കണം. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് എന്ന് മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കുന്നതായതുകൊണ്ട് മാത്രം ഇത് നിങ്ങൾ അവഗണിക്കരുത് എന്നൊരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.